ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈദാമാവ് കൊണ്ട് ഒരു ഡയമണ്ട് ഉണ്ടാക്കിയാലോ. പിന്നെ 1 ഗ്ലാസ് മൈദാമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവം കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലും പാത്രത്തിലും ഒക്കെ ഒട്ടുന്നത് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് മൈദ കൂടി ഇടാം, പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ. ഈ പരുവം വരെ ചപ്പാത്തി പോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് പ്രസ്സിലടിച്ചതിന് ശേഷം ചപ്പാത്തി പോലെ പരത്തി ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര സ്പൂണോളം എള്ള് ചേർക്കാം. ഞാൻ ഇവിടെ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. കരിഞ്ജീരകം ഉണ്ടെങ്കിലും ടോപ്പിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാം. മാവ് നല്ലതുപോലെ ഒന്ന് അയച്ചെടുക്കാൻ വേണ്ടി 1 സ്പൂൺ മൈദ കൗണ്ടർ ടോപ്പിൽ ഇട്ട് നമുക്ക് മാവ് ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. പിന്നെ ഞാൻ 1 സ്പൂൺ എണ്ണ ആ മാവിൽ തടവിയിട്ടുണ്ട്, ഒരു മയത്തിന് വേണ്ടി. ഇതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ ഒരു ശകല എണ്ണ ഇതിൽ തേച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് ഓരോ ഉരുളകളായി പരത്തിയെടുക്കാം. ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കുഴൽ വെച്ച് പരത്താം. വെച്ചാണ് പരത്തുന്നത്. ഇതുപോലെ എല്ലാം ഞാൻ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം. ഇതുപോലെ വരഞ്ഞിട്ട് പിന്നെ ചരിച്ച് വെച്ച് തരും. ഇനി നമുക്ക് എണ്ണ തിളച്ചോന്ന് ടെസ്റ്റ് ചെയ്യാം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശായി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. പഞ്ചസാരയും കൂടി ഒരുക്കി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഞ്ചസാര വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത് പെട്ടെന്ന് പൊള്ളി വരും. ഇനി ഒരു മിനിറ്റ് കൂടി കിടന്നാൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കോരാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ എള്ളും എല്ലാം കൂടെ മൂക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. കരിഞ്ജീരകം ചേർത്താലും മതി. ഈ പതയെല്ലാം അടങ്ങുമ്പോൾ ഇത് മൂത്തെന്നാണ് ഇതിൻ്റെ അടയാളം. ഇനി നമുക്കിത് കോരിയെടുക്കാം.
മോളെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ മോളോട് പറഞ്ഞുണ്ട്, നല്ല ടേസ്റ്റ് ഉമ്മേ. മോള് കഴിച്ച് നോക്കിയിട്ട് പറയുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഘട്ടങ്ങളായിട്ട് ഇത് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട്, നമുക്കത് കാണിക്കാം. ഒരു അരിപ്പയിലോട്ട് ഇടാം, അതും കൂടെ കോരിയെടുക്കാം. ഇനി കുറച്ചുകൂടി പരത്താനുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പാവ് കാച്ചി ഒഴിക്കാം. നമുക്കിത് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാം. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് കളറാണ് ചേർത്തത്, ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് നമുക്ക് ഇതിലോട്ടിട്ട് കളറ് എല്ലായിടവും മധുരം പിടിക്കുന്നിടം വരെ കുലുക്കിയെടുക്കാം. നല്ല കറുമുറാന്നിരിക്കുന്ന ഡയമണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക് യു.